വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞിന്റെ കാര്യം ഇവരാരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഉണ്ടോ? ആരവനെ സംരക്ഷിക്കും? ആര് സംരക്ഷിക്കും? അത് ഇവരൊന്നും പറയും, ഇവരാരും കൂടി ഞങ്ങൾ ഏൽപ്പിക്കുന്നില്ല നിങ്ങൾ സംരക്ഷിക്കാം. ആരാ സംരക്ഷിക്കണ്ടേ? എൻ്റെ അമ്മ സംരക്ഷിക്കണം. ഞാൻ ചോദിച്ചോട്ടെ, ഈ പറയുന്ന രേണുവിൻ്റെ ഹസ്ബൻഡ് സുധി, അവര് ഒരു വീഡിയോ പണ്ട് ചെയ്ത ഒരു വീഡിയോ ഉണ്ട്. എന്തെന്നറിയോ? സ്വന്തം മകനെ തൊട്ടില് കിടത്തിയിട്ട് ഷോയിൽ മറ്റുള്ളവർ ചിരിപ്പിച്ച കഥ. ആ വീഡിയോ നിങ്ങൾക്ക് പരട്ടക്കിളവ നിങ്ങൾക്കുള്ളതാണ് ആ വീഡിയോ. 1 മിനിറ്റ്. അപ്പം ഒരാണായ ഒരാൾ ഒരു കൊച്ചിനെ നോക്കി വളർത്തി, പെണ്ണായ നിങ്ങളുടെ മകൾക്ക് ഒരു കൊച്ചിനെ വളർത്താൻ പറ്റത്തില്ലേ? ഇപ്പൊ കാണിച്ചു തരാടാ പരട്ടക്കളവ. ഉറക്കിയിട്ട് ഞാൻ സ്റ്റേജിൽ സ്കിറ്റ് കളിച്ചിട്ടുണ്ട്. ആ സ്കിറ്റ് കളിക്കുമ്പോഴേ എനിക്ക് പേടിയാ, കുഞ്ഞെണ്ണിക്കുന്നുള്ള ആ ഒരു ടെൻഷൻ ഉണ്ടായിട്ടും ജനങ്ങളെ ചിരിപ്പിക്കായിരുന്നു. ആരോ 2 മുറിയുടെ ഒരു വീട് ഈ കുഞ്ഞുങ്ങൾക്ക് അല്ല അവര് വെച്ച് തരും. ആര് പറഞ്ഞു? ഞങ്ങൾ ചെന്ന് പറഞ്ഞു ഈ അളവ് പണിയാനായിട്ട്. പരട്ടക്കിളവ ഓടിന്റെ ഇങ്ങനെയുള്ള വീതി നീളം ഒന്നും കണക്കാക്കാതെ തന്റെ മകൾക്ക് ഒരു വാടക വീട്ടിലല്ലേ ഇത്രയും നാളും താനും തന്റെ മകളും താമസിച്ചിരുന്നു. ഒരു വീട് സ്വന്തമായിട്ട് പരട്ടക്കിളവ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയോ? എന്നിട്ട് ഉണ്ടാക്കി തന്ന വീടിന് ഇമാതിരി ഈ വർത്താനം പറയുന്നത് ഇത് കാണുമ്പോ എങ്ങനെയാണെന്നറിയോ? ഞാൻ കോയമ്പത്തൂർ താമസിച്ചപ്പം അവിടെ വെള്ളത്തിന് ലൈനിൽ നിൽക്കുമ്പോ കുട ഇങ്ങനെ വെച്ചിട്ട് രാവിലെ ആകുമ്പോഴേക്ക് തല്ലിടും കൂടും പെണ്ണുങ്ങളെല്ലാവരും കൂടിയിട്ട്. അതുപോലെ കലപിലാന്നാണ്. ഒരു ഇന്റർവ്യൂ എന്നുള്ള ഒരു ബോധം പോലും ഇല്ലാതെ ആ വന്നിരുന്ന അത്രയും നേരം തൊണ്ട കീറാതെ കുറ്റങ്ങൾ മാത്രം, കുറവുകൾ മാത്രം. എടോ, താൻ വാടക വീട്ടിലല്ലേ താമസിച്ചിരുന്നത്? തനിക്ക് നട്ടല് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ താൻ തന്റെ മകൾക്ക് ഒരു വീട് പണിത് കൊടുക്കൂലായിരുന്നോ? അതിന് തനിക്ക് യോഗ്യത ഉണ്ടോ? തനിക്ക് പറ്റിയോ? എന്നിട്ട് താൻ എന്തിനാ ഈ കിട്ടിയ ഒരു സാധനത്തിനെ കിടന്ന് ഇമാതിരി കുറ്റങ്ങൾ പറയുന്നത്? ഒരു സാധനം നമുക്ക് കിട്ടി, ആ കിട്ടിയതിന് 1 വർഷം കഴിഞ്ഞിട്ട് കിടന്ന് കുറ്റം പറയുക. എന്താണോ താൻ അപ്പൊന്നും പറയാതിരുന്നത്? ഈ പെയിന്റൊക്കെ അന്ന് തന്നെ അടിച്ചത് എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല? ഇപ്പൊ പറയുന്നത് തനിക്കും തന്റെ മകൾക്കും അതിൽ താമസിക്കാൻ സൗകര്യമില്ലെങ്കിൽ, അത്രയും വൃത്തികെട്ട വീടാണെന്നുണ്ടെങ്കിൽ താക്കോല് ഉണ്ടാക്കിയവർക്ക് കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഈ വീട് വേണ്ടെന്ന് പറഞ്ഞ അന്തസ്സായിട്ട് നട്ടലുള്ള ഒരു പരട്ടക്കിളവനാണെങ്കിൽ ഇറങ്ങി പോണം അവിടുന്ന്. മനസ്സിലായില്ലേ? ഞാൻ ചോദിച്ചോട്ടെ, സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കലാകാരനായതുകൊണ്ടാണല്ലോ താൻ ഇവിടെ ഇന്റർവ്യൂവിൽ വന്നിട്ട് പട്ടി കുരയ്ക്കുന്ന പോലെ കുരയ്ക്കുന്നത്. പെറ്റ പെട്ടികളാണ് കുട്ടികളെ എടുക്കാൻ പോകുമ്പോ കൈ എന്ന് പറഞ്ഞ് നിലവിളിക്കുക. അതുപോലെ നിലവിളിക്കുന്നത്. സാധാരണ ഒരുത്തനാണ് മരിച്ചതാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും അറിയോ? എത്രയോ പേര് കുട്ടികളും കുടുംബവും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത്, മക്കളൊക്കെ ഉള്ള സമയത്ത് മരിക്കുന്ന ആക്സിഡന്റ്. ഇപ്പൊ ഞങ്ങളുടെ സ്വന്തത്തിലുള്ള ഒരു പെൺകുട്ടി 10-20 വയസ്സേ ഉള്ളൂ. അതിന് 2 മക്കളുണ്ട്. ആക്സിഡന്റ് ആയിട്ട് മരിച്ചുപോയി. അത് ആ 2 മക്കളെ നോക്കിയിട്ട് നിങ്ങൾ ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ അറിഞ്ഞോ? ഇത് സുധി ഒരു കലാകാരനായതുകൊണ്ട് ആ പേരും വെച്ചിട്ട് ഉണ്ടാക്കാവുന്നത് അത്രയും ഉണ്ട് ഉണ്ടാക്കുക. മകള് 365 ദിവസം ഷൂട്ടിങ്ങിന് പോകുന്നില്ലേ? കുട്ടിനെ നോക്കണം. ആര് ഈ കുട്ടിനെ നോക്കും എന്ന് പറഞ്ഞത് ആക്കേണ്ട കാര്യമില്ല. നാട്ടുകാരൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കാം, നാട്ടുകാരാണോ ഉണ്ടാക്കി കൊടുത്തത് കൊച്ചിനെ? ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന നിങ്ങളുടെ മരുമകൻ എന്ന് പറയുന്ന ഈ സുധി അതിന്റെ ആദ്യത്തെ കുട്ടിനെ സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ പോകുമ്പോ തൊട്ടിലിൽ കിടത്തിയിട്ടാണ് അത് സ്റ്റേജ് പ്രോഗ്രാമിന് പോവുക എന്ന് പറഞ്ഞു കൂടെ കൂട്ടുമായിരുന്നു. നിങ്ങൾക്ക് നോക്കാൻ വയ്യെങ്കിൽ അങ്ങനെ പോണം. പണിയെടുക്കാനല്ലേ പോണത്? അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ സഹായിക്കാനായിട്ട്. കൊണ്ടുപോണം. ഒരാണായ ഒരാള് ഒരു കൊച്ചിനെ വളർത്തിയെടുത്ത് ഇത്രയായിട്ടല്ലേ ഈ രേണു എന്ന് പറയുന്ന വ്യക്തിനെ കല്യാണം കഴിച്ചത്. അപ്പോ ഇത്രയും ഒരു ചെറിയ കുട്ടിനെ നോക്കാൻ ഈ പെൺകുട്ടിക്ക് പറ്റത്തില്ലേ? ഈ പെണ്ണിന് പറ്റത്തില്ലേ? ചെറിയ ഉണ്ണിവാളയ്ക്ക് പറ്റത്തില്ലെന്നാ ഞാൻ ചോദിക്കുന്നത്. 34 വയസ്സായല്ലോ. 32 എന്ന് പറഞ്ഞു, ഇപ്പൊ 34ക്ക് കടന്നു. അതിന്റെ പച്ചക്കള്ളമാണ്. ആദ്യം 32 എന്ന് പറഞ്ഞു 2 ആഴ്ച മുന്നേ. ഓട്ടെ, അതൊക്കെ പോട്ടെ. ആ 34 വയസ്സായ ഒരു സ്ത്രീക്ക് പറ്റില്ലേ ഒരു കൊച്ചിനെ നോക്കാനായിട്ട്? മൂത്ത കൊച്ചിനെ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇത്രയും നേരം ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് ആ ഇന്റർവ്യൂ തുടങ്ങിയപ്പോ തൊട്ട് അത് അവസാനിക്കുന്നവരെ തോരാതെ മറ്റുള്ളവരെ കുറ്റം പറയുക. കിട്ടിയ ഔദാര്യത്തെ കുറ്റം പറയുന്ന ഒരു പരട്ടക്കിളവനെ ഞാൻ ആദ്യമായിട്ട് എന്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുകയാണ്. എന്നിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, എന്റെ അതന്നെ എന്റെ മകളുടെ കൊച്ചിനെ ആര് നോക്കും? ഉണ്ടാക്കിയത് നിങ്ങളുടെ പ്രസവിച്ചത് നിങ്ങളുടെ മകളാണ്. അപ്പം മകളുടെ കുട്ടിനെ നിങ്ങൾ നോക്കണം. മീഡിയയിൽ വന്നിട്ട് എന്തിനു കുരയ്ക്കുന്നത്? സുധി ഒരു കലാകാരനായതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കുരയ്ക്കാൻ പറ്റി അല്ലേ? സാധാരണക്കാരനായതിനെ നിങ്ങൾ കുരയ്ക്കുമായിരുന്നോ?
ഇത് മിസ്യൂസ് ചെയ്യാണ്. ഒക്കെ ഇങ്ങോട്ട് കൊണ്ടാന്ന് മാത്രം. ഇപ്പൊ വെച്ച വീടിനെ 1 വർഷം കഴിഞ്ഞിട്ടാണ് ഈ കുറ്റപ്പെടുത്തുന്നത് എന്ന് ആലോചിക്കണം. പെയിന്റിംഗ് ഒക്കെ അന്നും തന്നെ അറിയുന്ന ഒരു പരിപാടി ആയിരുന്നല്ലോ. പെയിന്റിങ്ങിനൊക്കെ കുറ്റം പറഞ്ഞല്ലോ. നിങ്ങൾ അന്തസ്സുള്ള ഒരുത്തനാണെങ്കിൽ നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ വീട് വെച്ച് കൊടുക്കുമായിരുന്നു. അതിന് പറ്റില്ലല്ലേ? നട്ടലുണ്ടോ? പിന്നെ അതുപോലെ തന്നെ അതുൽ എന്ന് പറയുന്ന ഒരു ബ്ലോഗറിനെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് ഇത് ഈ പട്ടി പല്ലിളിക്കുന്നത് നിങ്ങളാണ്, ആ വീടല്ല നിങ്ങളാണ്. അവിടെ പോയിട്ട് ഇതുപോലെ പല്ലിളിച്ച് കാണും. അപ്പൊ ഓടിക്കോളാൻ പറഞ്ഞു കാണും. മിണ്ടരുത്, ഓടിക്കോളാൻ പറഞ്ഞു കാണും. അതിനാണ് ഈ രേണോടെ കിടന്ന് കരയുന്നുണ്ടായിരുന്നു. അയ്യോ ഞങ്ങൾക്ക് നീതി കിട്ടില്ല. ഇങ്ങനെ പല്ലിളിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നീതി കിട്ടും? ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു ഇന്റർവ്യൂല് വന്നിട്ടാണ് ഈ ചിലക്കുന്നത്. നാട്ടുകാരനെയാണ് പൊങ്കാല ഇടുന്നത് തന്ത. നാട്ടുകാരന്റെ എല്ലാവരുടെ സപ്പോർട്ടിലാണ് ഈ പറയുന്ന രേണു എന്ന് പറയുന്നത് നിൽക്കുന്നത്. അതുപോലും മറന്നിട്ടാണ് അവിടെ കിടന്നിട്ട് വർത്താനം പറയണത്. വല്ലാത്തൊരവസ്ഥ. എന്തായാലും രേണുവിന് വളരെ നന്ദിയുണ്ട്. ഇതുപോലൊരു പരട്ട തന്തയെ ഈ മീഡിയന്റെ മുമ്പിൽ ഇരുത്തിയിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്ത് നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലാക്കി കൊടുത്തതിന് വളരെ നന്ദി. ഇതിനൊരൊറ്റ ബനാന ടോക്കേ ഉള്ളൂ. തൂറാത്തവൻ തൂറുമ്പോ തീട്ടം കൊണ്ടാറാട്ട് എന്നേ ഉള്ളൂ. ഈ തന്തയ്ക്ക് ഡെഡിക്കേഷൻ ചെയ്യൂടെ. ഞാന് അപ്പനെ വിളിക്കേണ്ടവിടെ അപ്പനെ വിളിക്കണം. അതുപോലെ ഈ ബനാന ടോക്ക് ഇവർക്ക് അർഹതപ്പെട്ടതാണ്. ഒന്നും കൂടി പറയാ, തൂറാത്തവൻ തൂറുമ്പോ തീട്ടം കൊണ്ടാറാട്ട്. ഇത് ഈ പരട്ട കിളവന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. ഔദാര്യം കിട്ടിയതിന്, അതേപോലെ തന്നെ ദാനം കിട്ടിയ പശുവിന്റെ വായിലെ പല്ല് എണ്ണി നോക്കരുത് എന്ന് ഈ തന്തയ്ക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഈ ബനാന ടോക്കും കൂടി. അത് നന്ദി, നമസ്കാരം, നിർത്തുന്നു. ഇന്നലെ എനിക്കിതൊന്നും പറയാൻ പറ്റിയില്ല. ഞാനൊരു ജോലി സ്ഥലത്തായിരുന്നു. അപ്പൊ അവിടെ പറയുന്നതിനൊരു പരിമിതികളുണ്ട്. അതുകൊണ്ട് 2 വാക്കിലാണ് ഞാൻ ഇന്നലെ ഒതുക്കിയത്. ഇന്ന് ഇത്രയും പറയണമെന്ന് എനിക്ക് എന്റെ മനസ്സിൽ തോന്നി. മനസ്സിലായല്ലേ? അത്രയേ ഉള്ളൂ. ഇത് സത്യം പറഞ്ഞ ആ സുധിച്ചേട്ടന്റെ കളിയെയും ആ ഒരു കലാകാരനെയും വെറുപ്പിക്കാൻ ഇന്ന രീതിയിൽ ഈ തന്തയും മകളും 10 ഗുണം 10 ഗുണം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ഇതാണ്. മനസ്സിലായില്ലേ? ഇതുപോലെ ഏണുവിന് പറ്റിയ തന്തയ്ക്ക് പറ്റിയ മകള്. നന്ദി, നമസ്കാരം. എനിക്ക് ഒന്നും പറയാനില്ല. എന്തായാലും 2 പേരെയും സോഷ്യൽ മീഡിയയിലും ജനങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. വിടുവായിത്തരം വായിൽ എപ്പോ നോക്കിയാലും ഇന്റർവ്യൂ ആയ സത്യങ്ങളെല്ലാം പുറത്തു വന്നില്ലേ? അത്രേ ഉള്ളൂ. ഇനിയും കുറെ വരാനുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. മനസ്സിലായില്ലേ? ഇനി ബിഗ് ബോസിലെങ്ങാനും ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്ന് നമുക്ക് കൂടുതലും നമുക്ക് മനസ്സിലാകാം. ഓക്കെ, ബൈ.